ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വന്നിരിക്കുന്ന കുറച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്ക്സ് കാണിക്കാനായിട്ടാണ്. ലാസ്റ്റ് കുറച്ച് വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മൾ ഹാൻഡ് പിക്ക് കളക്ഷൻസും സബ്സ്ക്രൈബേഴ്സ് കളക്ഷൻസും ഒക്കെ ആയിരുന്നു കാണിച്ചത്. നമ്മുടെ മിഷൻ എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസിന്റെ ഒക്കെ വീഡിയോ കുറച്ചൊന്ന് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ മിഷൻ എംബ്രോയിഡറി യൂസ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന കുറച്ച് വർക്കുകളാണ്. അപ്പോൾ അതിനകത്ത് സാരീസും അതുപോലെ വേറെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് സിൽക്കി കോട്ട സാരിയിൽ പീച്ച് ഗ്രീൻ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലവർ ഡിസൈൻ ആണ്. ഈ ഒരു ഡിസൈൻ നമ്മൾ ക്രിസ്മസ് സമയത്ത് വേറൊരു കളർ കോമ്പിനേഷൻ, അതായത് ഗ്രീൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡും റെഡും കൂടെ യൂസ് ചെയ്തിട്ട് ഈ സെയിം ഡിസൈൻ ചെയ്ത് നമ്മൾ ഓൾറെഡി സാരീസ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാരി കണ്ടിട്ട് കളർ കോമ്പിനേഷൻ മാറ്റി ചെയ്തു തരണമെന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പം ഇതിന്റെ പല്ലുവിന്റെ എൻ പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനാണ്. നമ്മളതിന്റെ പല്ലുവിന്റെ അപ്പുറത്തെ എൻഡിലും അതുപോലെ തന്നെ അതേ സൈസിൽ തന്നെ വരുന്നത് പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല്ലുവിൽ 2 ഡിസൈൻസ് ആണ് നമ്മൾ ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് നമ്മൾ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴും നമ്മൾ ഇതേ വലുപ്പത്തിലുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതേ വലുപ്പത്തിൽ തന്നെ വരുന്ന പോലത്തെ 2 ഡിസൈൻസ് ആണ് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സിൽക്കി കോട്ട സാരി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ബ്ലൗസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പീച്ച് ബ്ലൗസോ ഗ്രീൻ ബ്ലൗസോ ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അല്ല വൈറ്റ് ബ്ലൗസ് ഇടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയാണെങ്കിലും പെയർ ചെയ്യാം. ഇപ്പം ഇതിനകത്ത് നമ്മൾ ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈൻ അധികം ഗ്യാപ്പ് ഇല്ലാതെ തന്നെ കൊടുത്തിരിക്കുന്നത്. പുളുത്ത് വരുമ്പോഴത്തേനും അത്യാവശ്യം അടുത്ത് തന്നെ ആ 2 ഡിസൈൻസും വരും. നെക്സ്റ്റ് ഇതിനകത്ത് നമ്മൾ നോർമലി കൊടുക്കാറുള്ളത് പോലെ, അതായത് നോർമലി മിഷൻ എംബ്രോയിഡറി സാരീസിൽ നമ്മൾ റൈറ്റ് ലെഗിലും ലെഫ്റ്റ് ലെഗിലും ഓരോ സ്റ്റാൻഡിങ് പോസ്റ്റിലുള്ള ഡിസൈൻസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെയിം ആയിട്ട് ഈ ഒരു സാരിയിലും കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിങ് പോസ്റ്റിൽ റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ലെഗ് പോസ്റ്റിൽ, അതായത് നമ്മുടെ ഫ്ലീറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പും തീർന്നു കഴിയുമ്പോഴും വരുന്നത് പോലെ കാണാവുന്ന പോലെ 2 ഡിസൈൻസ് ആണ് നമ്മൾ ഇതിന്റെ ഈ ഒരു സാരിയുടെ ആ ഒരു ബോട്ടം പോർഷനിൽ വരുന്ന പോലെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് ഫ്ലവേഴ്സ്, ഈ ഒരു പാറ്റേൺ ഫ്ലവർ ഡിസൈൻസിന്റെ എണ്ണം കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ഒക്കെ നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ആ ഫ്ലവേഴ്സിന്റെ എണ്ണം അനുസരിച്ച് നമുക്ക് ഇതിന്റെ ബഡ്ജറ്റും വരുന്നത്. ഓരോ കസ്റ്റമേഴ്സിനും അവരവർക്ക് ആവശ്യമുള്ള ബഡ്ജറ്റിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഓർഗൻഡി സാരിയിൽ ഇതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് ഒരു നല്ലൊരു ലാവൻഡർ, ഒരു ബ്ലൂയിഷ് ലാവൻഡർ ഷെയ്ഡ് വരുന്ന പോലത്തെ, ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്ന പോലത്തെ ഒരു നല്ലൊരു ഓർഗൻഡി ഷെയ്ഡാണ്. നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു ഓർഗൻഡി ഷെയ്ഡ് അല്ല, കുറച്ചുകൂടെ ഒരു നല്ലൊരു ഡിഫറൻസ് ഉള്ള നല്ലൊരു കളറാണ്. ഇതിനകത്തും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ അടുത്ത് പല്ലുവിൽ സ്കാറ്റർ ചെയ്ത ഡിസൈൻസ് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ഏറ്റവും എൻഡ് പോർഷനിൽ, അതായത് ഏറ്റവും എൻഡിൽ വരുന്ന റോയിൽ 5 ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു ലൈനായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് വരുമ്പോഴത്തേനും 5 എന്നുള്ളത് 4 ഫ്ലവേഴ്സ് ആയിട്ടും 3 ഫ്ലവേഴ്സ് ആയിട്ടും 2 ഫ്ലവേഴ്സ് ആയിട്ടും വരുന്നത് പോലെ 14 ഡിസൈൻസ് ആണ് നമ്മൾ ഈ ഒരു സാരിയുടെ പല്ലു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ വൈറ്റ് ഫ്ലവേഴ്സ്, ഈ ഒരു കളറിൽ ലീഫ് ഒന്നും വേണ്ട, ഫ്ലവേഴ്സ് മാത്രമായിട്ട് ഇങ്ങനെ ഒരു പാറ്റേണിൽ വേണം എന്ന് പറഞ്ഞ പ്രകാരം കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ ഇത് ഫുള്ളായിട്ട് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു പല്ലു പോർഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ വർക്ക് കൊടുത്തിട്ടില്ല. അത് നമ്മുടെ കസ്റ്റമർ ചൂസ് ചെയ്ത് തന്നെയാണ്. അവർക്ക് ചെസ്റ്റ് പോർഷനിൽ വേണ്ട വർക്ക് ഒരു പ്ലെയിൻ ആയിട്ട് തന്നെ ചെസ്റ്റ് പോർഷൻ മതി, പല്ലുവിലും ബോട്ടം ഫ്ലീറ്റിൽ വരുന്നത് പോലെ മാത്രം ഡിസൈൻസ് മതി എന്ന് പറഞ്ഞ് നമ്മൾ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കസ്റ്റമൈസ്ഡ് ആകുമ്പോൾ നമ്മുടെ കസ്റ്റമറുടെ ചോയ്സ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത്. അവർ പറയുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുക ചെയ്യുന്ന. ബോട്ടം പോർഷനിലോട്ട് വരുമ്പോഴും നമ്മൾ പല്ലുവിൽ കണ്ടതുപോലെ തന്നെ ഇത് കണ്ടോ, സ്കാറ്റർ ചെയ്ത് ഫ്ലവർ ഡിസൈൻസ് ചെയ്തിരിക്കുവാണ്. റൈറ്റ് ലെഗ് പോർഷൻ തൊട്ട് ലെഫ്റ്റ് ലെഗ് പോർഷൻ വരെ വരുന്നത് പോലെ ലെങ്തിൽ നമ്മൾ അതിൻ്റെ ആ ഒരു ബോട്ടം പോർഷനിലെ ഫസ്റ്റ് ലൈൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലീറ്റ്സിന് ഇടയ്ക്കൂടെ വരുന്നത് പോലെയാണ് മുകളിലോട്ട് ഫ്ലവേഴ്സ് വരുന്നത് പോലെ നമ്മൾ ആ ഒരു ഫസ്റ്റ് 5 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഒരു റോ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 ഫ്ലവേഴ്സ്, 3 ഫ്ലവേഴ്സ്, 2 ഫ്ലവേഴ്സ് വരുന്നത് പോലെ ആ ഒരു സ്കാറ്റർ ചെയ്താണ് ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഫ്ലീറ്റ് എടുത്ത് കൊടുത്തു വരുമ്പോഴത്തേനും ഫ്ലീറ്റ്സിന് ഇടവഴിയൊക്കെ ആയിട്ട് പൂക്കൾ വരുന്നത് പോലെ ബോട്ടം പോർഷൻ കവർ ചെയ്തിട്ട് സ്കാറ്റർ ചെയ്ത് പൂക്കളുണ്ട്. ഇത്രയും ഈ ഒരു 28 ഡിസൈൻസ്, ഇതുപോലത്തെ കുഞ്ഞ് 28 ഫ്ലവർ ബഞ്ചസ് ആണ് നമ്മൾ ഈ ഒരു സാരിയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു പാറ്റേൺ പല രീതിയിലും സ്കാറ്റർ ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ആ ഒരു ഡിസൈൻ കണ്ടിട്ട് കസ്റ്റമർ ചൂസ് ചെയ്ത് അവർക്ക് ഇതിങ്ങനെ സ്കാറ്റർ ചെയ്ത് തരുമോ എന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന. അപ്പം ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പാറ്റേൺസിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നിങ്ങളുടെ ചോയ്സ് എങ്ങനെയാണെങ്കിലും കളർ കോമ്പിനേഷനും മെറ്റീരിയലും ഒക്കെ ചൂസ് ചെയ്താൽ അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ
ഒരു ബെഡ്ഷീറ്റിൽ ചെയ്തിരിക്കുന്ന വർക്കാണ് കാണിക്കുന്നത്. ഒരു ക്യൂൻ സൈസ് ബെഡ്ഷീറ്റും അതിന്റെ കൂടെ 2 പില്ലോ കവറും വരുന്ന പോലത്തെ ഒരു ഐവറി കളർ, ക്രീമിഷ് ഐവറി കളറിലുള്ള ഒരു ബെഡ്ഷീറ്റിന്റെ സെറ്റിൽ നമ്മൾ പ്ലെയിൻ ബെഡ്ഷീറ്റിൽ നമ്മൾ മിഷൻ എംബ്രോയിഡറി യൂസ് ചെയ്തിട്ട് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് ഡിസൈൻ ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പില്ലോ കവറിൽ 2ഉം വരുമ്പം 2ന്റെയും ഓരോ കോർണറിൽ ഓരോ ഫ്ലവർ ഡിസൈൻ വരുന്നത് പോലെ ഇതുപോലെ നമ്മൾ ഇതിന്റെ ഈ ഒരു പില്ലോയിലും ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരേ സൈസുള്ള ഡിസൈൻസ് തന്നെ. നമ്മൾ പില്ലോയിലാണെങ്കിലും ബെഡ്ഷീറ്റിലാണെങ്കിലും ഒരേ സൈസുള്ള ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. 2 പില്ലോടെ ആ ഒരു കോർണറിൽ വരുന്നത് പോലെ ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കളർ കോമ്പിനേഷൻ നമ്മൾ ഈ പറഞ്ഞ മെറൂൺ ഷെയ്ഡ്സ് ഹൈലൈറ്റ്, അതായത് ഓഫ് വൈറ്റിൽ മെറൂൺ ഷെയ്ഡ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മെറൂൺ ഷെയ്ഡും അതുപോലെ ഇതിന്റെ നടുക്കൂടെ ഉള്ളൊരു കളർ ചേഞ്ച് ആയിട്ട് കൊടുത്തിരിക്കുന്ന മെറൂൺ തന്നെ ലൈറ്റ് ഒരു മെറൂണിന്റെ അല്ല ഒരു മഡ് ഷെയ്ഡ്, ഒരു മൂവാ ഷെയ്ഡൊക്കെ വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഹൈലൈറ്റ്. ഒത്തിരി കോൺട്രാസ്റ്റ് കളേഴ്സ് കൊടുക്കാതെ കുറച്ചൊരു ക്ലാസ് റോയൽ ലുക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ഭയങ്കര എറിപ്പുള്ള പോലത്തെ കളർ ഡിഫറൻസ് അല്ലാതെ ആ ഒരു അതിന്റെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡ് യൂസ് ചെയ്ത് ഇച്ചിരി ഡെപ്ത് ആ ഒരു ഫ്ലവറിന് തോന്നുന്നത് പോലെ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു കുറച്ചൊരു ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു അത്യാവശ്യം നല്ല സൈസിൽ വരുന്നത് പോലത്തെ ഒരു ക്രോസ് സ്റ്റിച്ച് ഡിസൈനാണ് നമ്മൾ ഈ ഒരു പില്ലോ കവറിൽ 2ഉം ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ബെഡ്ഷീറ്റിലോട്ട് വരുമ്പം ബെഡ്ഷീറ്റിന്റെ സെൻട്രൽ പോർഷനിലാണ് നമ്മൾ വർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ ബെഡ്ഷീറ്റ് ഞാൻ ഫുൾ നൂർത്ത് കാണിക്കുന്നില്ല. ഇതിപ്പം ഇങ്ങനെ ഈ ഒരു ഡയമണ്ട് ഷേപ്പ് നമ്മൾ ആ ഒരു ഇത് വരുന്നത്. ഇത് ഫുൾ ബെഡിൽ വിരിച്ചിട്ടിട്ടുള്ളൊരു വീഡിയോ പോലെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്താലും അത് ഫുൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്പ്ലേ കാണാനായിട്ട് പോസിബിൾ ആകത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. നമ്മളൊരു 9 ഡിസൈൻസ് ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്നുള്ളൂ. അതായത് 4 കോർണർ വരുന്ന പോലെ ഇങ്ങനെ 4 ഡിസൈൻസും സെൻട്രൽ ഒരു ഡിസൈനും അതുപോലെ ഓരോ കോർണറിന്റെ ഇടവഴി ഓരോ ഡിസൈൻസ് വരുന്നത് പോലെ 9 ഡിസൈൻസ് നമ്മൾ നടുക്കായിട്ട് ഈ ഒരു ബെഡ് വിരിച്ച് വരുമ്പം അതിനൊരു സെൻട്രൽ പോർഷൻ വരുന്നത് പോലെ അത്യാവശ്യം ബെഡ് കവർ ചെയ്ത് വരുന്ന പോലെ തന്നെ നമ്മളൊരു ഗ്യാപ്പിൽ 9 ഡിസൈൻസ് ഈ ഒരു ബെഡ് ഒരു ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വിരിച്ചിട്ട് കഴിയുമ്പം ആ ഒരു സെൻട്രൽ പോർഷൻ മൊത്തം ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരും. അപ്പം നമുക്ക് ഈ ഐവറി ഷെയ്ഡൊക്കെ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ക്ലാസ് ലുക്ക് ആയിരിക്കും ബെഡ്ഷീറ്റിന്. ലൈറ്റ് ഷെയ്ഡ്സ് ബെഡ്ഷീറ്റ് നമ്മൾ ഡെയിലി യൂസിനൊന്നും ചെയ്യത്തില്ലെങ്കിൽ പോലും നല്ലൊരു ഗസ്റ്റ് ഒക്കെ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ആയിട്ടൊക്കെ ആണെങ്കിലും നമുക്കൊന്ന് ബെഡ് സെറ്റ് ചെയ്തിടാനായിട്ട് എപ്പോഴും നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ ആണെങ്കിലും ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ടാണെങ്കിലും അതുപോലെ ഒരു ഹൗസ് വാമിങ്ങിനോ ഒരു മാരേജ് ഫംഗ്ഷനോ ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും ഇങ്ങനത്തെ എംബ്രോയിഡറി ചെയ്ത ബെഡ്ഷീറ്റ്സ് നല്ല ചോയ്സ് ആണ്. ഇപ്പോൾ ഒത്തിരി ആൾക്കാരും ഒക്കെ അങ്ങനത്തെ ഗിഫ്റ്റിംഗ് പർപ്പസിന് ബെഡ്ഷീറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നോർമലി പ്രിന്റ് ഉള്ള ബെഡ്ഷീറ്റ്സിനേക്കാളും ഒക്കെ ഇച്ചിരി ഒരു എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന ബെഡ്ഷീറ്റ് ആകുമ്പോൾ അതിനൊരു റോയൽ ക്ലാസ് ലുക്ക് ഉണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ബെഡ്ഷീറ്റാണ്. നമ്മൾ ഡെയിലി വെയർ പർപ്പസ്, അതായത് നമുക്ക് ഡെയിലി ബെഡിൽ ഇടുന്നതിന് ഇത്രയും ലൈറ്റ് ഷെയ്ഡ്സ് നമുക്ക് ചിലപ്പം പോസിബിൾ ആയെന്ന് വരത്തില്ല, പെട്ടെന്ന് ചൗണ്ട് പോവും. പക്ഷെ നമുക്ക് അല്ലാതെ ഇങ്ങനെ ഇപ്പൊ ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ വേണ്ടി ഡാർക്ക് ഷെയ്ഡ്സിലും ഇത് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നേവി ബ്ലൂ ഷെയ്ഡിലോ അല്ലെങ്കിൽ ഒരു ബ്ലൂ വേറെ ഷെയ്ഡ്സിലോ ഒക്കെ നമുക്ക് ഇതേ സെയിം ഡിസൈനോ ഡിഫറെന്റ് ഡിസൈൻസോ ഒക്കെ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ കാണിച്ച വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നമ്മൾ മിഷൻ എംബ്രോയിഡറി വർക്ക്സ് ആണ്. ഇതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയിലും സാരീസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹാൻഡ് എംബ്രോയിഡറി നമ്മൾ ഡിസ്പാച്ച് ടൈം വരുന്നത് 65 to 70 വർക്കിംഗ് ഡേയ്സ് ആണ്. മിഷൻ എംബ്രോയിഡറിക്ക് നമുക്ക് 2 വീക്സ് ആണ് ആ ഒരു ഡിസ്പാച്ച് ടൈം വരുന്നത്. അപ്പം നമുക്ക് ഈ രണ്ടിലാണെങ്കിലും ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ കളർ കോമ്പിനേഷനും മെറ്റീരിയലും അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ കൂടുതലായിട്ടും ഹാൻഡ് എംബ്രോയിഡറി മിഷൻ എംബ്രോയിഡറി വർക്കുകളെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കൂടുതൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ ഓർഡേഴ്സും തീർക്കുന്ന ആ ഒരു സമയത്ത് പുതിയ ഓർഡേഴ്സ് നമ്മൾ അല്ലാതെ ചെയ്ത് വെക്കാനായിട്ട് സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി മിഷൻ എംബ്രോയിഡറി വർക്കുകളൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.